നിർത്തിയതിന് വേണ്ടി കൊറേ ആയിട്ടാ ഞങ്ങളുടെ മേത്തേക്ക് ഉണ്ടാക്കാൻ നിൽക്കണു. നിർത്തിക്കോ നീ. ഞാൻ നഗരത്തിൽ വീണ്ടും ലഹരി മാഫിയ അഴിഞ്ഞാടുന്നു. ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. പാലാപ്പള്ളി സ്വദേശി ജോണാണ് കൊല്ലപ്പെട്ടത്. ഇതെന്റെ കഥ. ഒരിക്കലും തിരിച്ചു വരാത്തതും തിരികെ എത്താൻ എല്ലാവരും വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന സുന്ദരമായൊരു ബാല്യം എനിക്കുണ്ടായിരുന്നു. പറയടാ. ശരി ശരി. ചില കൂട്ടുകെട്ടുകൾ, ചില സൗഹൃദങ്ങൾ എന്നെയും മാറ്റിമറിച്ചു. എന്താണ് ബ്രോ, വിഷമത്തിലാണോ? പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കൊരു ചെറുതടിച്ചാലോ? വേണ്ട വേണ്ട. എന്നാ ചെറുതടിക്കാം. എന്നാ അപ്പം നമുക്ക് അടിക്കാല്ലേ? നോക്കാം. നീ അവനിങ്ങോട്ട് കൊണ്ടുവന്ന. നീ അവനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? ഞാൻ കേട്ടില്ല. എന്താ എന്താ നിന്റെ ഉദ്ദേശം? വേണ്ടടാ, നീ കൊറേ പണി വാങ്ങും. എന്താ നിന്റെ പ്രശ്നം? നീ ആകെ മാറിയിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. നിന്റെ ഇപ്പോഴത്തെ പുതിയ ഫ്രണ്ട്സ് ആരാ? നീ പോയേ? ഒന്ന് പോയി തരൂ. പറ്റില്ല, നീ ഇപ്പൊ എന്റെ കൂടെ വരണം. എനിക്ക് എന്തായാലും പള്ളി പോണം. അപ്പൊ നീ എന്തായാലും വരണം. എന്തായാലും എന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഇത് വലിയ ശല്യല്ലോ. വാ പോവാ. എനിക്കിഷ്ടമില്ലാതെയാണ് പോയതെങ്കിലും അവിടെ ഞാൻ പറയാനാവാത്തൊരു സ്നേഹം കണ്ടെത്തി. അതെനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. ഇതെൻ്റെ മാത്രം കഥയല്ല. ഇന്നത്തെ യുവതലമുറ നേരിടുന്ന പ്രശ്നമാണിത്. ഒരിക്കൽ പെട്ടുപോയാൽ തിരിച്ചു കയറാൻ പറ്റാത്ത വിധം കുരുങ്ങിപ്പോകുന്ന വലിയ കെണിയാണ് ലഹരി. ഇതിൽ നിന്ന് എത്ര പേരെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ മരണപ്പെട്ടേക്കാം. ഇപ്പോൾ ഞാനും അവരുടെ നിരീക്ഷണത്തിലാണ്. യുവതലമുറകൾ ലഹരിയിൽ നിന്നും ഉണരട്ടെ. ഐ ആം വിത്ത് യു. ഞാൻ ഇപ്പൊ വരാം. നിനക്ക് മറ്റേ ഗ്രൂപ്പ് വന്നാ വിത്ത് യു എന്ന് പറഞ്ഞിട്ട്? പിള്ളേരൊക്കെ ഇതിന്റെ പിന്നാലെയാണ്. അപ്പൊ ഞാനിത് കളയാൻ പോവാ. ആടാ, എന്നാ പിന്നെ ഇതൊക്കെ ഞാനും നിർത്താം.